ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജസ്ല എന്നാണ്. മലപ്പുറം ജില്ലയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആളാണ്. ഇങ്ങനെ തന്നെ ഇൻട്രൊഡക്ഷൻ കൊടുത്ത് തുടങ്ങിയത് എന്തിനാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. എന്നെ എല്ലാവർക്കും അറിയാം ഒരുവിധം എൻ്റെ അക്കൗണ്ടിലുള്ള. ഇപ്പം ഞാനിങ്ങനെ ഒരു ലൈവിൽ വരാൻ കാരണം ഇപ്പം ഞങ്ങളിങ്ങനെ ഒരു ട്രാവലിംഗ് ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമായിരുന്നു. വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. വരുന്ന സമയത്ത് മുഴുവൻ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഒരു കാര്യമായിരുന്നു. അപ്പം ആ കാര്യം ഇങ്ങനെ കേട്ടപ്പോൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി. അപ്പൊ ഞാൻ ഉപ്പയുടെ അടുത്ത് പറഞ്ഞു, ഉപ്പ ഞാൻ FB-ലും ഞാനൊരു ലൈവ് ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. ഉപ്പ പറഞ്ഞു എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുടെയൊക്കെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ ആ ഒരു പോസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു. അതിലുപ്പ പറഞ്ഞു നിനക്ക് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ നീ രണ്ടു വട്ടം ചിന്തിച്ചിട്ട് നീ ചെയ്തു, നിന്റെ ശരിയാണെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റിന്റെ പേരിൽ എനിക്ക് വരുന്ന ഏതൊരു വിമർശനത്തെയും ഞാൻ 100% മനസ്സറിഞ്ഞ് സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ വരുന്ന വിമർശനങ്ങൾ എന്റെ ഉപ്പ പറഞ്ഞതിന്റെ അപ്പുറത്തേക്കൊന്നും എനിക്കില്ല. കാരണം ഉപ്പയുടെ ഞാൻ എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാൻ തന്ന ആ സ്വാതന്ത്ര്യത്തെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു ഞാൻ. ആ സമയത്ത് പങ്കെടുത്ത് TV-യിൽ ടെലികാസ്റ്റ് ചെയ്തു. അതിനുശേഷം എൻ്റെ ഫോണിലേക്ക് നിരന്തരം കോളുകളും അതുപോലെ തന്നെ FB-യിലാണെങ്കിലും ഒരുപാട് മെസ്സേജസും നേരിട്ട് കാണുമ്പോൾ ഒരുപാട് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. ഇന്നലെ FB ഡീആക്ടിവേറ്റ് ചെയ്ത് പോയ ആളാണ് ഞാൻ. ഇന്ന് റീആക്ടിവേറ്റ് ചെയ്തത് ഈ ഒരൊറ്റ കാര്യം ഇവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫോണിലേക്ക് വന്ന കോളുകളിലും മെസ്സേജുകളിലും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി, നീ ഒരു മുസ്ലിം പെൺകുട്ടിയാണോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു മുസ്ലിമാണ്, ഞാനൊരു മനുഷ്യ പെൺകുട്ടിയാണ്, ഞാൻ മനുഷ്യനാണെന്ന് പറഞ്ഞു. ഒരിക്കലും ഒരു മതത്തെയും വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നത്. ഇത് ഞാൻ പറയാനുള്ള കാരണം അത് ആ സാഹചര്യത്തിൽ എൻ്റെ മതം ചോദിക്കേണ്ട യാതൊരു കാര്യം അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു പെൺകുട്ടി ഇത്തരം വേദികളിൽ ഇത്രയും ഒച്ചയിട്ടിട്ട് ഇത്രയും തൻ്റെടുത്തോട് കൂടിയിട്ട് സംസാരിക്കരുത്. മലപ്പുറം ജില്ലയെ റിപ്രസെന്റ് ചെയ്തിട്ട് നീ പങ്കെടുക്കരുത്. കാരണം മലപ്പുറം ജില്ലയ്ക്ക് മലപ്പുറം ജില്ലയുടേതായിട്ടുള്ളൊരു കൾച്ചർ ഉണ്ട്, ഒരു അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ടും ഫ്രസ്ട്രേറ്റഡ് ആക്കിയിട്ട് ഭ്രാന്ത് വരുന്ന രീതിയിൽ പല കാര്യങ്ങളും സംസാരിച്ചു. ആൻഡ് കുറെ ഭീഷണികൾ വന്നു. ഇനി നീ മലപ്പുറത്തെക്കുറിച്ച് മലപ്പുറത്ത് നിന്ന് റിപ്രസെന്റ് ചെയ്തിട്ട് പോയിട്ട് ഇത്തരം വേദികളിൽ സംസാരിക്കുക, അങ്ങനെ ഇങ്ങനെ അതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ മലപ്പുറമാണ് എന്ന് പറഞ്ഞെന്ന ഇത്തരം വേദികളിൽ പങ്കെടുക്കൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ മലപ്പുറം ജില്ലയിലാണ് ജനിച്ചു വളർന്നത് എങ്കിൽ മലപ്പുറത്തിന്റെ റിപ്രസെന്റേറ്റീവ് ആയിട്ട് തന്നെ പങ്കെടുക്കും എന്ന് പറഞ്ഞു. കുറച്ച് അനുഭവങ്ങൾ നിങ്ങളെ വിട്ട് ഷെയർ ചെയ്തിട്ട് എനിക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പല ജില്ലകളിലും പല സെമിനാർസും അറ്റൻഡ് ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് പോകും. അവിടെയൊക്കെ ചെല്ലുന്ന സമയത്ത് ബാക്കിയുള്ള ജില്ലക്കാരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും, കുറെ പേന്മാരും കുറെ പെൺകുട്ടികളൊക്കെ വന്നിട്ട് മലപ്പുറം ജില്ലയിൽ ഉമ്മച്ചിക്കുട്ടികൾ ഇങ്ങനത്തെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുമെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും എന്താ മലപ്പുറം ജില്ലയിലെ പെൺകുട്ടിയൊക്കെ പങ്കെടുത്തൂടെ ഇത്തരം പ്രോഗ്രാംസിൽ? മലപ്പുറത്തെ പെൺകുട്ടിയൊക്കെ എന്താ കൊമ്പുണ്ടോ? ഞങ്ങൾക്ക് ഇതൊന്നും പാടില്ലേ, ഞങ്ങൾക്ക് ഇതൊന്നും പഠിക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അവർക്കൊക്കെ നമ്മുടെ ജില്ലയെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നു. അതായത് നമ്മളെ ഇങ്ങനെ കൺജസ്റ്റഡ് ആണ്, ഓർത്തഡോക്സിക് ആണ്, അങ്ങനെയൊന്നും. പക്ഷെ നമ്മൾ നിരന്തരം ബാധിച്ചുകൊണ്ടിരിക്കുന്നു, വി ആർ ഡെവലപ്പിംഗ്, നമ്മുടെ ചിന്താഗതികളും നമ്മളെല്ലാം ഫോർവേഡ് ആണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇതിവിടെ പബ്ലിക്കായിട്ട് ഇപ്പൊ ഞാൻ ഈ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിലാണ് നീ എന്തുകൊണ്ട് മലപ്പുറത്തെ ഇങ്ങനെ പുച്ഛിച്ചു എന്നൊക്കെ പറഞ്ഞു. ഞാൻ മലപ്പുറത്ത് ഒരിക്കലും പുച്ഛിക്കില്ല. ഇവിടെ പല കാര്യങ്ങളും അങ്ങനെ തന്നെ വരുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഒരിക്കലും പുച്ഛിക്കല്ല. പറയാനുള്ള കാര്യം എനിക്ക് പറയണം, അതിനൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ദീർഘിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാര്യം ഇതാണ്, ചെറുപ്പത്തിൽ തന്നെ ഓരോ പ്രോഗ്രാംസിൽ പങ്കെടുക്കുമ്പോഴും ഏത് ഒരു മുസ്ലിം പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മുടെ ജില്ലയിൽ ഒരു കൾച്ചർ ഉണ്ട്, നമുക്കൊരു കൾച്ചർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടും നമ്മളെ ഫോഴ്സ് ചെയ്തിട്ട് ഭ്രാന്താക്കുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ഇന്നലെ രാത്രി ബാംഗ്ലൂരിൽ നിന്ന് വന്നു, നമ്മൾ റൂമിലൊക്കെ ഇരുന്ന് ഫോൺ വായിക്കുന്ന സമയത്താണ് ഞാൻ ആ ന്യൂസ് കണ്ടത്. 5 മാസത്തോളം പഴക്കമുള്ള